നിയമസഭാ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ട് കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം. DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറിനെതിരെ ഒളിയമ്പുമായി ഒരു വിഭാഗം നേതാക്കൾ. അതേസമയം PM നിയാസിന്റെ തോൽവി സംബന്ധിച്ച് ഫേസ്ബുക്കിലൂടെ വിമർശനം നടത്തിയ KC ശോഭിതയ്ക്കെതിരെ DCC പ്രസിഡന്റും രംഗത്തു വന്നു. നിയമസഭാ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് തന്നെ കോഴിക്കോട്ടെ കോൺഗ്രസിൽ അടി തുടങ്ങിക്കഴിഞ്ഞു. 2 തവണ മത്സരിച്ച് പരാജയപ്പെട്ടവർ മാറി നിൽക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഉൾപ്പെടെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ നിരവധിയുണ്ട്. കൊയിലാണ്ടിയാണ് പ്രവീൺകുമാർ ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് നോർത്തിൽ അഡ്വക്കേറ്റ് കെ ജയന്ത്, നാദാപുരത്ത് KM അഭിജിത്ത് എന്നിങ്ങനെയാണ് സാധ്യതാ പട്ടിക. മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, N സുബ്രഹ്മണ്യൻ, ആദം മുൻസി എന്നിവരും സീറ്റിനായി രംഗത്തുണ്ട്. ഇതിൽ പ്രവീൺകുമാർ, N സുബ്രഹ്മണ്യൻ, ആദം മുൻസി എന്നിവർ 2 തവണ മത്സരിച്ച് തോറ്റവരാണ്. ഇവരെ മാറ്റി നിർത്തിയ പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്നാണ് ആവശ്യം. ഇല്ലെങ്കിൽ റിബലായി മത്സരിക്കാനും ചിലർ തയ്യാറായേക്കും. അതേസമയം PM നിയാസിന്റെ തോൽവിയുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിൽ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. പരസ്യ പ്രതികരണം നടത്തിയ കൗൺസിലർ KC ശോഭിതയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി DCC പ്രസിഡന്റ് പ്രവീൺകുമാർ രംഗത്തെത്തി. വിശദീകരണം തേടിയെന്നും വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടിയുണ്ടാകുമെന്നും പ്രവീൺകുമാർ അറിയിച്ചു. KC ശോഭിത ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകയാണ്, പ്രതിപക്ഷ നേതാവായിരുന്ന നഗരസഭയിൽ. ഈ കാര്യത്തിൽ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നടപടി പൂർണ്ണമായി തെറ്റാണ്. ഞാൻ അവരുടെ വിശദീകരണം ചോദിക്കുന്നുണ്ട്. അതവർ തിരുത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ആലോചിച്ച് ആ നടപടി സ്വീകരിക്കും. നിയാസിന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് തന്നെയും ഭർത്താവിനെയും തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു ശോഭിതയുടെ ആരോപണം. പാർട്ടിയിൽ നിന്നും പുകച്ച് പുറത്തു ചാടിക്കാൻ ശ്രമിക്കുന്നുവെന്നും നേതാക്കളുടെ പെട്ടി തൂക്കി വന്നയാളല്ല താനെന്നും ശോഭിത ഫേസ്ബുക്കിലൂടെ തുറന്നടിച്ചിരുന്നു. നേരത്തെ പാറപ്പടിയിലെ പ്രാദേശിക നേതാക്കളും DCC നേതൃത്വത്തിനെതിരെ ഈ വിഷയത്തിൽ രംഗത്ത് വന്നിരുന്നു. PV കുട്ടൻ, കോഴിക്കോട്.